ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു വെന്തയ ദോശ, അതായത് വെന്തയം എന്ന് പറഞ്ഞാൽ ഉലുവ ദോശയാണ് കാണാൻ പോകുന്നത്. അവരുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഡ്ഡലി അരിയാണ് എടുക്കുന്നത്, 2 കപ്പ്. മെഷർമെൻറ്റ് സഹിതം പറഞ്ഞു തരാം. നല്ല സൂപ്പർ ദോശയാണ്. 2 കപ്പ് ഇഡ്ഡലി അരിക്ക് നമ്മൾ എടുക്കുന്നത് ഉലുവ വലിയ സ്പൂണിന് 1.25 സ്പൂണാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1 സ്പൂൺ ഇടുക, എന്നിട്ട് കുറച്ചും കൂടി ഇടുക. ഓക്കെ, ഇനി ഇത് രണ്ടും കഴുകിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിരണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ഉലുവ പതപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ 8 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഉലുവയൊക്കെ നന്നായിട്ട് മലർന്ന് കിട്ടും. അങ്ങനെ ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉലുവ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് മലർന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് പതപ്പിച്ചെടുക്കാൻ അരയ്ക്കാൻ പോവുകയാണ്. ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുന്ന സമയത്ത് ഐസ് ഇട്ടിട്ട് അരയ്ക്കൂ. അപ്പോൾ നല്ല പോലെ പതഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ മിക്സി ചൂടാവില്ല. അങ്ങനെ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ഉലുവ പതപ്പിച്ചെടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉഴുന്നൊക്കെ പതപ്പിച്ച് കിട്ടില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും. വെളുന്നായിരിക്കുന്ന രീതിയിലാണ് കിട്ടുക. അപ്പോൾ അതിനെ വേറൊരു ഇതിലേക്ക് മാറ്റി വയ്ക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉലുവ പതപ്പിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് അരി അരയ്ക്കാം. ഇഡ്ഡലി അരി കുതിർന്നിട്ട് അതിനെ വേറൊരു മിക്സി ജാറിലിട്ടിട്ട് നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോഡിക്ക് നല്ല കൂളിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാ ഇഡ്ഡലി അരി ഇതുപോലെ ഞാൻ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പതപ്പിച്ച് വെച്ച നമ്മുടെ ഉലുവയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉലുവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു 1/2 കപ്പോളം പുളിച്ച ദോശമാവോ ഇഡ്ഡലി മാവോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇഡ്ഡലി മാവാണ് ഉണ്ടായിരുന്നത്. 1/2 കപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ നന്നായിട്ട് ഒന്ന് പുളിച്ച് വരട്ടെ. ഇതപ്പോൾ നന്നായിട്ട് 10 മണിക്കൂർ കഴിയുമ്പോൾ പുളിച്ച് വന്നിട്ടുണ്ട്. നല്ല അസൽ ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു ഊത്തപ്പം പോലെയോ ദോശ പോലെയോ എങ്ങനെ വേണമെങ്കിൽ പോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് തമിഴ്നാട് സ്റ്റൈലിലുള്ള വെന്തയ ദോശ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഇതാ ഞാൻ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു മീഡിയം സൈസ് ഊത്തപ്പം പോലെയാണ് ആക്കാൻ പോകുന്നത്. എണ്ണ ഒഴിക്കുക, നല്ലെണ്ണ ഒഴിക്കുക, ഇല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ എന്ത് സമ്മന്തി വേണമെങ്കിലും വെച്ച് കഴിക്കുക. ഇതുപോലെ മറിച്ചിടുക. അപ്പുറവും ഇപ്പുറവും ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള വെന്തയ ദോശ റെഡിയായിരിക്കും. നമ്മുടെ സ്റ്റൈലിലുള്ള ഉലുവ ദോശയേ അല്ല അവരുടെ സ്റ്റൈൽ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കും. ചട്നിയോ സാമ്പാറോ വെച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അറിയിക്കൂ കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം നല്ലൊരു റെസിപ്പിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കുക. Vinny's Kitchen.